ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ എത്ര മണിയായിരുന്നു? ഒരു 12 മണിയായില്ലേ. ഇന്നലെ ഒരു പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങളിത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി ലുലുവിലേക്ക് ഇറങ്ങാണ്. കുറേ സാധനങ്ങൾ മേടിക്കണ്ട്. ഇപ്പൊ അജു ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോ സൺഡേസിൽ മാത്രമാണ് പർച്ചേസിങ്. അപ്പൊ ലുലു പോയിട്ട് വരാം. Morning. It's a good afternoon. Actually, it's a good afternoon. വാവ്, സമയം 12:30 ആയതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല അടിപൊളി ചൂടാണ് കേട്ടോ. വെയില് മാത്രമല്ല, ചൂടുമില്ലേ. അശ്വതി ഞങ്ങൾ അടുത്ത ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവിടെയും കൂടെ കയറിയിട്ട് ഒരു ഡീലിംഗ് ഉണ്ട് അല്ലേ. അജയ്ക്ക് എന്തോ ഒരു ബ്ലാക്ക് ഡീലിംഗ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. തുളങ്ങിന്റെ ഫോൺ അപ്ഡേഷൻ ചെയ്തോ? എന്റെ ഫോൺ അപ്ഡേഷൻ ചെയ്തോ? അയ്യോ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരുമിച്ച് സൺഡേ ഓഫ് കിട്ടുന്നത് അല്ലേ. സർവീസിങ്ങിനായോ? 29,500 ചെയ്യണ്ടേ. 29,457 ആയി. ചെയ്യണം. ഞാൻ ഒന്നര ഓയിൽ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയമില്ല. ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓടിയിട്ട് വന്ന് ചെയ്യുമ്പോൾ ഓടി വന്നല്ലേ ചെയ്യുമ്പോൾ ഹീറ്റ് ആയിരിക്കും. ഹീറ്റ് തടയാൻ തന്നെ കുറച്ചാൾ നിൽക്കണം. അവരൊന്നും നടക്കുക. അത് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞാൽ പർച്ചേസിങ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം കൂടെ സ്പീഡാക്കി ഞങ്ങൾ പെട്ടെന്ന് മേടിക്കരുത്. എല്ലാം കൂടെ മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്രയധികം സാധനങ്ങൾ ഞങ്ങളിപ്പോൾ മേടിച്ചിട്ട് കുറേ ആയി. ഒരാഴ്ചയ്ക്ക് സാധനം മേടിച്ചാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് നടത്താറുണ്ട്. പക്ഷെ ഇത്തവണ കറക്റ്റ് ഒരു വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പർച്ചേസ് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് ഒരു ലോഡ് സാധനങ്ങളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അശ്വതിയും അഭിയും ഉണ്ടായിരുന്നു. ബിഗ് ബോസും കണ്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. മുൻപിലുള്ള ഫോൺ കണ്ടില്ലേ? അത് നൽകുന്നത് നിർദ്ദേശങ്ങൾ രഹസ്യമായി അറിയിക്കാനാണ്. ഇടയ്ക്ക് ഞാൻ ഫോണിലൂടെ പല സമയങ്ങളിൽ അറിയിപ്പ് നൽകുമ്പോൾ വീടിന്റെ പല ഭാഗങ്ങളിൽ ആഹാര സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും. അത് മറ്റാരും കാണാതെ എടുത്ത് കഴിക്കുക എന്നതാണ് സീക്രട്ട് ടാസ്ക്. പിടിക്കപ്പെട്ടാൽ എനിക്ക് ആരെയും അറിയില്ല, ആരെന്നെയും അറിയില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത്തവണ ആര്യന് വിശ്വസ്തനായ ഒരാളെ കൂടെ കൂട്ടാം. ടാസ്ക്
അപ്പൊ നീ ഒരാളോട് വിളിക്കാൻ പറ്റുള്ളൂ. സാബുവിനെ വിളിക്കാം. ആര്യനും അക്ബറും വേറെ 2 പേരും. മൊത്തം നിങ്ങൾ 4 പേർ. ഞാൻ ഉൾപ്പെടെ 2 പേരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാളെന്ന് ഓർത്തോളൂ. പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ലേ? ആര്യൻ, അക്ബർ, നിങ്ങൾ 2 പേരും കൂടാതെ വേറെ 2 പേർ. ഒരു മിനിറ്റ്. സോ ബേസിക്കലി എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കി ഞങ്ങൾ അതേ ഇരിപ്പന്നെ ടി വിയും കണ്ടുകൊണ്ട് കട്ടിലടിക്കാൻ തീരുമാനിച്ചു. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയുടെ കൂളുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്നും ത്രിപുരയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാറുണ്ടല്ലേ, നല്ല തണുത്ത കാറ്റും, നല്ല തണുത്ത കാറ്റാണ്. നല്ല എന്താ പറയാ, ക്ലൈമറ്റ് എല്ലാം കൂടി ഒരു ഇരുടായ പോലെ ആയിട്ടുണ്ട്. അതെ, മഴ മിക്കവാറും ന്യൂനം പുറത്തുണ്ട്. അപ്പൊ മഴ പെയ്യുന്ന കാലാവസ്ഥ അതിൽ പറഞ്ഞു. ഈ രാവണപ്രഭു ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നിയിട്ട് 4 ദിവസമായി. കണ്ട് മടുത്ത്. അജുവിൻ്റെ ഡെയിലിയുള്ള പരിപാടിയാണ് ഈ രാവണപ്രഭുവിൻ്റെ ഓരോ പാർട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എനിക്കിത് ശരിക്കും കണ്ട് മടുത്തു. പിന്നെ കാണുന്ന കൂട്ടത്തിൽ കാണുമ്പോൾ ഒരു സുഖം. സത്യം പറഞ്ഞ ഈ മൂവി കാണുമ്പോൾ ബോറടിക്കൂല കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഉച്ചക്കത്തെ ചോറ് വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ കഴിച്ചത്. അതുകൊണ്ട് ആർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. രാത്രിക്കത്തെ ഫുഡ് ഞങ്ങൾ അതോട് സ്കിപ്പ് ചെയ്തു. ഇനി അഥവാ വിശക്കാണ് ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മമ്മ വരുന്നുണ്ട്. മമ്മ അങ്ങാ വരുന്നുണ്ട്. മമ്മേനെ ഹഗ് ചെയ്യോ? ഓക്കെ, ഐ ലവ് യു ഡാ. ഹഗ് തരാ. കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഏടുന്നുറങ്ങി. അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.